യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വചനത്തിൽ കേൾക്കാനായിട്ട് പോകുന്നത്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവനും വിശ്വാസത്തിന് വേണ്ടി, യേശുവിനുള്ള വിശ്വാസത്തിന് വേണ്ടിയും അവസാനത്തുള്ളി രക്തം വരെ ചിന്തി ദൈവത്തെ അതിതീക്ഷ്ണമായി സ്നേഹിക്കുകയും അങ്ങനെ വിശ്വാസതീക്ഷ്ണതയിൽ ചൈതന്യവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള സഹനങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആ വിശ്വാസം കൈമോശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കും ആ വിശുദ്ധൻ്റെ മാതൃക പിൻചെല്ലാം. ശരീരത്തിലെ അമ്പുകളൊക്കെ തുളച്ച് കയറുന്ന വേദനയെ കൊണ്ട് പൊളയുമ്പോഴും ജീവിതത്തിലെ അധികം പ്രതിസന്ധികൾ വരുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആ കണ്ണുകളെല്ലാം സ്വർഗത്തെ പ്രതി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് നോക്കിയാൽ അമ്പുകളെല്ലാം ഏറ്റ് ശരീരത്തിലേറ്റ് തറച്ചിരിക്കുന്ന ആ വിശുദ്ധൻ്റെ കണ്ണുകൾ സ്വർഗത്തെ നോക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി പ്രതിസന്ധികൾ ഒക്കെ വരുമ്പോൾ, രോഗങ്ങൾ, കടബാധ, തകർച്ചകളൊക്കെ വരുമ്പോൾ നമ്മളും ആ സ്വർഗത്തിലേക്ക്, യേശുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ആ വിശുദ്ധൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് നമ്മുടെ പൂർവികരിലൂടെ പാരമ്പര്യമായി ലഭിച്ച ആ ഒരു വിശ്വാസം വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനായിട്ട്, ഓരോ നിമിഷവും ഈശോയെ സ്നേഹിക്കാനായിട്ട്, വിശ്വസ്തരായിട്ട് നമുക്കോരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ജീവിതാന്തസ്സിൻ്റെ വിളിക്കനുസരിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ വിശ്വാസത്തിൽ, ഈശോയിൽ അനുദിന ജീവിതത്തിലെ വേദനകളെ നമുക്ക് നമ്മുടെ ദൃഷ്ടിയും എല്ലാം ആ സഹനങ്ങളിലേക്കും രോഗങ്ങളെ തകർച്ചയിലേക്കും നോക്കി നിരാശപ്പെട്ട് ഇരിക്കാതെ യേശുവിലേക്ക്, പ്രത്യാശയിലേക്ക് നമുക്കതിനെ നേരിടാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയാക്കി തീർക്കുമെന്നുള്ള ബോധ്യത്തിൽ, തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അതെല്ലാം നേരിടുവാനും, അതെല്ലാം നമ്മുടെ മറ്റുള്ളവരുടെയും ഉപരി നന്മയ്ക്കായിട്ട് അതെല്ലാം തിരുമുറിവുകളാക്കി തീർക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. വിശ്വാസം ഉള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വസ്തുത മാത്രമല്ല, വിശ്വാസം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു വരും തലമുറയ്ക്ക് അത് കൈമാറ്റം ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും മാംദീസയിലൂടെ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിത മാതൃക വഴി, നമ്മുടെ വിശ്വാസ ജീവിതം വഴി, കൗദാശിക ജീവിതം വഴി നമുക്ക് അത് മറ്റുള്ളവർക്ക് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട്, അങ്ങനെ വിശ്വാസം എന്നത് സഹജീവിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന് സൂചിപ്പിക്കുന്നത്.
അവരുടെ വേദനകളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ വേദനകൾ ദൂരീകരിക്കാൻ വേണ്ടിയും നമുക്ക് ആവുന്ന രീതിയിലുള്ള പരിശ്രമിക്കാനായിട്ട്, ആരും സഹായിക്കാനില്ലാത്തവർക്കും വേദനിക്കുന്നവർക്കും രോഗികളിലുമെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവരിലെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ അവരെ കണ്ടില്ല എന്ന ഭാവത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് മഹാഭൂരിപക്ഷം പേരും ജീവിക്കുന്നത് പോലെ ജീവിക്കാതെ അതെല്ലാം അവരുടെ സഹനങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അതെൻ്റെ കടമയാന്നുള്ള ബോധ്യത്തിൽ അവർക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് സെബസ്ത്യാനോസ് സ്വന്തം ജീവിതം മാറ്റിവെച്ചു. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് സെബസ്ത്യാനോസ് തയ്യാറായി. അങ്ങനെ മറ്റുള്ളവരുടെ വേദനകൾ ദൂരീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അങ്ങനെ അവരിന് വേണ്ടിയും ജീവിക്കാനുള്ള സന്നദ്ധത, മനുഷ്യത്വത്തെ വളർത്താനായിട്ട്, മറ്റുള്ളവരെ കണ്ടില്ലെന്ന് മറ്റുള്ള ജീവിക്കാനായിട്ട് വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും അവസാനത്തുള്ളി രക്തം വരെ അതിനുവേണ്ടി ത്യാഗപൂർവം സ്വന്തം ജീവിതം കാഴ്ചവെക്കുകയും ചെയ്ത സെബസ്ത്യാനോസ് നമ്മുടെ മുന്നിൽ ഒരു മാതൃകയായി നിലനിൽക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിച്ചാൽ അത് നഷ്ടപ്പെടുന്നു. എന്നെ പ്രതി, എൻ്റെ സുവിശേഷത്തെ പ്രതിയോ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ സ്വജീവൻ പോലും ബലിയർപ്പിക്കാനായിട്ട് വിശുദ്ധൻ തയ്യാറായി. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും വിശ്വാസത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് പിന്മാറിപ്പോവാൻ തയ്യാറാകല്ലാത്ത രീതിയിലുള്ള ഒരു വിശ്വാസം നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടിയും യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ വിശുദ്ധൻ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ ചുറ്റും കണ്ണുപിടിച്ചു കഴിഞ്ഞാൽ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കള് സ്വന്തം ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി സ്വന്തം ദൈവത്തേക്കാൾ ഉപരി മക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിതം വെളിയിച്ച പല മാതാപിതാക്കളും ഇന്ന് കുടുംബത്തിലെ ആർക്കും വേണ്ടാത്ത വ്യക്തികളായിട്ട് ഓരോ റൂമുകളിലെല്ലാം തള്ളപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. നമുക്കും സന്മാർഗിക കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങൾക്ക് വേണ്ടി സ്വന്തം നമുക്ക് മക്കളെ യേശുവിന് വേണ്ടി വളർത്തിക്കൊണ്ടുപോകാനായിട്ട്, യേശുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് നമ്മുടെ ജീവിത മാതൃകയിലൂടെ മറ്റുള്ളവർക്ക്, മക്കൾക്ക് അത് മാതൃകയായി ജീവിക്കുന്ന ഒരു മാതൃക. ഉപദേശത്തെക്കാൾ ഉപരിയും അവർ നമ്മുടെ ജീവിത മാതൃകയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ യേശുവിന് വേണ്ടിയും സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിട്ട്, അങ്ങനെ സ്വന്തം നിലപാടുകൾ ഈശോയ്ക്ക് വേണ്ടി ബലികഴിച്ചുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിൽ അനുനിമിഷം വളർന്നു വരാനായിട്ട്
നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ മറ്റുള്ളവരെ മുമ്പിൽ നിലപാടുള്ള വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട്, നമ്മൾ നല്ല നിലപാടിന് വേണ്ടി നമ്മൾ മരിക്കാനായിട്ട് തയ്യാറാകുന്ന രീതിയിലുള്ള, അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വില കൽപ്പിക്കുന്ന ജീവിതങ്ങളായി തീരാനായിട്ട് വിശുദ്ധനോട് പ്രത്യേകം നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ജീവിതം കല്ലറയിൽ അവസാനിക്കുന്നതെല്ലാം സ്വർഗത്തിന് വേണ്ടി ജീവിക്കാനായിട്ട്, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാം ഉച്ഛിഷ്ടമായി കരുതാനും തനിക്ക് ലഭിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവിതത്തിന് ലാഭമായതെല്ലാം വേണ്ട എന്ന് വെച്ച് എല്ലാത്തിനും ഉപരിയായി ദൈവത്തിന് വില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് വിശുദ്ധൻ നയിച്ചത്. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്തവന്റെ ആളുകളുടെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. ക്രിസ്തുവിനെ സ്നേഹിച്ച്, ക്രിസ്തുവിനെ രാജാവായി ഹൃദയത്തിൽ പൂജിച്ച്, ക്രിസ്തുവിൻ്റെ പടയാളിയായി ക്രിസ്തുവിന് വേണ്ടിയും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട് മാറ്റി നിർത്തിയ ഒരു ജീവിതമാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ധീരപടയാളിയായി ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായി ജീവിച്ച വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമുക്കും വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. തിന്മകളും പാപങ്ങളും നിമിത്തം അനുദിന ജീവിതയാതനയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും മോചിപ്പിക്കണമേ. വിശ്വാസത്തിൽ കുറവ് വരാതെ എല്ലാ പ്രതിസന്ധിയിലും വിശ്വാസത്തിന് വേണ്ടി, യേശുവിന് വേണ്ടിയും ആ വിശ്വാസത്തിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്മാറിപ്പോകാതിരിക്കാനുള്ള കൃപ നമുക്ക് വിശുദ്ധനോട് പ്രത്യേകം വിശുദ്ധൻ വഴിയും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ രോഗത്തിൻ്റെ സംരക്ഷകനായ, മാനാവധി രോഗങ്ങളാൽ അകപ്പെട്ട് കഴിയുന്ന, പകർച്ചവ്യാധികളാൽ എല്ലാം കഴിയുന്ന വ്യക്തികൾക്ക് എല്ലാ രോഗത്തിൽ നിന്നും സൗഖ്യം വഹിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യവും കഷ്ടതകളും ദുരിതങ്ങളും എന്നേക്കുമായി നീക്കി തരാനായിട്ട് വിശുദ്ധൻ വഴി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീഷ്ണത നിറഞ്ഞ ആത്മീയ പ്രേക്ഷിതനാവാനും പാപ ദുർഗണങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധമായി ശുദ്ധമായി അങ്ങേ ഈശോയെ സ്നേഹിക്കാനും വിശുദ്ധിയിൽ അനുനിമിഷം വളർന്നു വരാനായിട്ട് നമുക്ക് വിശുദ്ധനോട് അപേക്ഷിക്കാം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയവും ശാരീരികവുമായ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് വിശുദ്ധനോട് അപേക്ഷിക്കാം. അങ്ങനെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, കൃപയിൽ ജ്വലിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ച് ക്രിസ്തുവിനൊപ്പം ചലിച്ച വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. മറ്റേ ആരേക്കാളും മറ്റൊന്നിനേക്കാളും ഈശോയെ സ്നേഹിക്കുകയും വിശ്വാസത്തിൽ അനുനിമിഷം വളരുകയും ചെയ്ത സെബസ്ത്യാനോസ് പുണ്യാളനെ പോലെ
അങ്ങനെ ഈശോയുടെ സ്നേഹവും വിശ്വാസവും ഉള്ള ജ്വലിക്കുന്ന വ്യക്തികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റുന്നതിന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ആ വചനത്തിൽ ആഴമായി വിശ്വസിക്കുവാനും വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ നമ്മുടെ ചിന്തകള് യേശുവിലേക്ക്, സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ചിന്തകളായി തീരാൻ പഞ്ഞം പട വസന്ത എന്നതിൽ നിന്ന് പ്രത്യേക സംരക്ഷകനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ തെരഞ്ഞെടുത്തത് ദൈവമേ, രോഗങ്ങളാലും പകർച്ചവ്യാധികളാലും അകപ്പെട്ട് കഴിയുന്ന ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായ സൗഖ്യം നൽകി, ആത്മീയ ശാരീരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെല്ലാം തുറന്നു തരണമേ. പഠന സംബന്ധമായ തൊഴിൽ മാർഗങ്ങൾക്ക് വേണ്ടി അലയുന്ന എല്ലാ മക്കളെയും കലഹം, വിദ്വേഷം, വെറുപ്പ്, യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമുള്ള കുടുംബങ്ങളെയും രോഗം എന്നിവയിൽ നിന്നെല്ലാം, രോഗം മൂലം ഒത്തിരി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധന്റെ മധ്യസ്ഥം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. AD 257 ജനിച്ച് 287 മരിക്കുകയും 31 വർഷക്കാലം മാത്രം ജീവിക്കുകയും ചെയ്ത സെബസ്ത്യാനോസ്, നിന്റെ നിക്ഷേപം എവിടെയാണ് അവിടെയായിരിക്കും നിന്റെ ഹൃദയമെന്ന വചനം ഭാഗം മുറുകെ പിടിച്ച് നിക്ഷേപം മുഴുവനും യേശുവില് കരുതി വയ്ക്കുകയും ഹസ്യകാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിലും സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയ്ക്ക് മാതൃക വഹിക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതമായി വിശുദ്ധൻ ജീവിച്ചു. ദൈവം മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ആനന്ദം നൽകുകയുള്ളൂ. അങ്ങനെ ദൈവസ്നേഹത്തെ പ്രതിയും ഇഷ്ടമില്ലാത്ത ആ ജോലി റോമൻ സൈന്യാധിപനായി ജോലി ഏറ്റെടുക്കുകയും ചെയ്തു വിശുദ്ധൻ. റോമൻ സൈന്യാധിപനായിട്ട് തീരുന്നതിന് പ്രധാന കാരണം അക്കാലഘട്ടത്തില് ക്രൈസ്തവര് അനേകം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമയമായിരുന്നു. അവരെ സഹായിക്കാനും സമാധാനിപ്പിക്കുവാനും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പ്രത്യേകമായി ചെയ്ത. അതിനു വേണ്ടിയാണ് അദ്ദേഹം സൈനിക സേവനം തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിനെ പ്രതിയും ഇല്ലാതായി തീരുക, നമ്മൾ തന്നെയുള്ള ആ സംരക്ഷണം ഉപേക്ഷിച്ച് യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും വിശുദ്ധൻ പരിശ്രമിച്ചു. മറ്റുള്ളവർക്ക് ധൈര്യം പകർന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ. സുവിശേഷ വേല ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, സഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അങ്ങനെ സഭയാണ് വളരുന്നത് എന്നുള്ള ബോധ്യത്തില് മറ്റുള്ളവരെ, ആ സുവിശേഷ വേല ചെയ്യുന്നവരെല്ലാം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിത മാതൃക വഴിയും യേശുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട്, യേശുവിനെ അറിയാൻ ഇടയായി തീരട്ടെ എന്ന്, അങ്ങനെയുള്ള ഒരു ജീവിതമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും മാറ്റി തീർക്കണമേ എന്ന് നമുക്ക് വിശുദ്ധനോട് അപേക്ഷിക്കാം.
വിശുദ്ധന്റെ തിരുനാള് അമ്പ് തിരുനാളെന്നും പിണ്ടി തിരുനാളെന്നും എന്നെല്ലാം പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്നു. അർത്തുങ്കൽ, കാഞ്ഞൂർ, കുറുവിലങ്ങാട് എന്നീ വിവിധ പള്ളികളിൽ വളരെ ആഘോഷമായിട്ട് കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നു. കേരളത്തിലെ മകരമാസം മുഴുവൻ ഡിസംബർ അവസാനം മുതൽ ഈസ്റ്ററിൻ്റെ മുമ്പുള്ള ആമ്പ് നോമ്പിന് മുമ്പായിട്ടാണ് ആ വിശുദ്ധന്റെ തിരുനാൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ആഘോഷിക്കപ്പെടുന്നത്. വീടുകൾക്ക് മുമ്പിൽ വാഴപ്പിണ്ടിയും കുഴിച്ച് അലങ്കാരമാക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിനെ ഈ തിരുനാളിനെ പിണ്ടി പെരുന്നാൾ എന്ന് പോലും വിളിക്കുന്നു. ആ ദിവസങ്ങളിലെ വീടുകളിലേക്ക് അമ്പയെ നുള്ളിക്കുകയും എഴുന്നേൽക്കുന്ന പതിവ് നമ്മൾ ഓരോരുത്തരുടെ ഇടവകയിലും വളരെ നന്നായിട്ട് ഭക്തിപൂർവ്വം ആഘോഷിച്ചു വരുന്നു. നമുക്ക് വിശുദ്ധ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. എന്തെങ്കിലും ആദർശത്തിന് വേണ്ടിയിട്ട് രക്തം ചിന്തി മരിക്കുന്നവരെയാണ് രക്തസാക്ഷികൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെയൊക്കെ പേരിൽ ആദ്യകാലങ്ങളിൽ ഒരുപാട് പേരെ ഭരണാധികാരികൾ കൊന്നിട്ടുണ്ട്. സിംഹകൂട്ടിലെറിഞ്ഞതും കുരിശിൽ തറച്ചും കല്ലെറിഞ്ഞും അമ്പെയ്തുമൊക്കെ ഒരുപാട് പേരെ രാജാക്കന്മാർ ആ കാലങ്ങളിൽ കൊന്നിട്ടുണ്ട്. സഭയുടെ ആരംഭത്തില് റോം അതിന് പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഒരാളെ രാജാക്കന്മാര് കൊല്ലുമ്പോഴേക്കും വേറെ അനേകം പേര് അങ്ങനെ സഭയിൽ അംഗങ്ങളായി തീർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ സഭയെ ഇല്ലാതാക്കാൻ പലരും പരിശ്രമിച്ചു നോക്കി. പീഡനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ കാലഘട്ടത്തിലെ സഭ വളരെ വേഗം വളരുകയാണ് ചെയ്തത്. സഭയുടെ ആരംഭം മുതൽ ഏതാണ്ട് 300 വർഷക്കാലം നിരന്തരമായ പീഡനങ്ങളായിരുന്നു സഭയ്ക്ക് നേരിടേണ്ടി വന്നത്. എന്നിട്ടും ആദിമസഭ ഒട്ടും തളർന്നില്ല. ഭരണാധികാരി അറിയാതെ അവർ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടി കുർബാന അർപ്പിച്ച് പലപ്പോഴും ഭൂഗർഭ സ്ഥലങ്ങളിലായിരുന്നതിന് വേണ്ടി അവർ തെരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ രക്തസാക്ഷിയായി തീരുക എന്നത് വളരെ വലിയ ഭാഗ്യപ്പെട്ട കാര്യമായിട്ടാണ് ആ കാലഘട്ടത്തിൽ കരുതപ്പെട്ടിരുന്നത്. ആദിമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ട് അതിസൂക്ഷ്മമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പാരമ്പര്യങ്ങളിലൂടെ നമുക്ക് കുറച്ച് അറിവുകൾ സെബസ്ത്യാനോസിനെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യമനുസരിച്ച് AD 225 അടുത്ത് ഫ്രാൻസിലെ നാർബോൺ എന്ന പട്ടണത്തിലാണ് സെബസ്ത്യാനോസ് ജനിച്ചത്. നല്ല സാമ്പത്തിക ശേഷിയും പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇറ്റലിയിലെ മിലാനിലുള്ള ഒരു പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു. സെബസ്ത്യാനോസ് വളർന്നതെല്ലാം ആ സ്ഥലത്തായിരുന്നു. ആ കാലഘട്ടത്തിൽ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ആ കാലത്ത് പ്രധാന പഠനങ്ങളൊന്നായ കായിക പരിശീലനത്തിൽ സെബസ്ത്യാനോസ് വളരെ നല്ല പരിശീലനം നേടി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പുണ്യങ്ങൾ ആ വിശുദ്ധനിൽ കണ്ടു തുടങ്ങി. വിനയവും വിശുദ്ധിയും ഒക്കെ അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു.
അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും കൂട്ടുകാർക്കും ഒക്കെ അദ്ദേഹത്തെ വലിയ പ്രിയപ്പെട്ടവനായിട്ട് അന്ന് കരുതി പോന്നു. തൻ്റെ വളരെ നല്ല രീതിയിൽ തന്നെ സെബസ്ത്യാനോസ് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. ആ കാലഘട്ടത്തിലെ പട്ടാളത്തിൽ ചേരുക എന്നത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമായിരുന്നു. രാജ്യസേവനത്തിന് അവസരം ലഭിക്കുക എന്നത് വലിയൊരു അംഗീകാരമായിട്ടാണ് അവർ കരുതിപ്പെടുന്നത്. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒന്നും പട്ടാളത്തിൽ ചേരാനായിട്ട് പറ്റുമായിരുന്നില്ല. നല്ല കായിക ശേഷിയും കഴിവും സ്വാധീനവും ഒക്കെ വേണമായിരുന്നു. പക്ഷേ ആ പട്ടാളക്കാർക്ക് രാജാവിനെ ദൈവമായി ആരാധിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. തങ്ങൾ ജൂപ്പിറ്റർ ദേവന്റെ പിൻഗാമികളാണെന്നും തങ്ങളുടെ അധികാരം ദൈവികമാണെന്നും അതൊക്കെയാണ് ചക്രവർത്തിമാർ അവകാശപ്പെട്ടിരുന്നത്. സ്വന്തം പ്രതിമകളെല്ലാം പൊതുവണക്കത്തിനായിട്ട് കവലകളിൽ സ്ഥാപിക്കുകയും രാജാക്കന്മാർ വരെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരോടുള്ള വിധേയത്തിന്റെ ഭാഗമായിട്ട് രാജോദ്യോഗസ്ഥരും ജനങ്ങളുമെല്ലാം രാജാവിനെ ആരാധിക്കണമെന്നായിരുന്നു നിയമം. സെബസ്ത്യാനോസിന് പക്ഷേ പട്ടാളത്തിൽ ചേർന്ന് തീരെ ആഗ്രഹമുണ്ടായിരുന്നില്ല. ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ആരാലും അറിയപ്പെടാതെ ജീവിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയും പട്ടാളത്തിൽ ചേരുവാൻ അദ്ദേഹം തീരുമാനിച്ചു. പട്ടാളത്തിൽ ചേർന്നത് കൊണ്ട് മറ്റൊരു ഗുണം അദ്ദേഹത്തിന് തോന്നി. മതപീഡനങ്ങളുടെ കാലമായിരുന്നു അത്. ക്രിസ്ത്യാനിയായ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ ചെയ്യപ്പെട്ടവരെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസം ദൃഢപ്പെടുത്താനും ആ ഒരവസരമായിട്ട് അദ്ദേഹം അത് ഉപയോഗിച്ചു. ബലിപീഡനങ്ങളെ മധ്യത്തിലെ ശക്തി ചോർന്നുകൊണ്ട് കുറച്ചു പേരൊക്കെ ക്രിസ്തുമതം ഉപേക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്തരം സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികളെ കണ്ട് സംസാരിക്കുവാനും അവർക്ക് ബലം പകർന്നു കൊടുക്കുവാനും പട്ടാള ഉദ്യോഗസ്ഥന് നന്നായി കഴിയുമെന്ന് മനസ്സിലാക്കിയ സെബസ്ത്യാനോസ് ഇഷ്ടമില്ലായിരുന്നിട്ടും തന്റെ പട്ടാള സേവനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. AD 253 അദ്ദേഹം റോമിലെത്തി പട്ടാളത്തില് ചേർന്നു. കാരിന്യൂസ് എന്ന ചക്രവർത്തിയായിരുന്നു അന്നത്തെ റോമൻ ഭരണാധികാരിയായി. വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായി തന്നെ അദ്ദേഹം തന്റെ കടമകൾ നിർവഹിച്ചു. അങ്ങനെ രാജാവിന്റെ പ്രത്യേക പ്രീതിക്ക് അങ്ങനെ പാത്രമായി തീർന്നു. അങ്ങനെ അവർക്ക് വേണ്ടിയും അങ്ങനെ ക്രിസ്തുവിന് വേണ്ടിയും ഒത്തിരി സേവനങ്ങൾ ചെയ്യാനായിട്ട് സെബസ്ത്യാനോസ് അങ്ങനെ തൻ്റെ സൈനിക സേവനം ചെലവഴിച്ചു. എല്ലാത്തിനുപരിയായിട്ട് ഈശോയെ സ്നേഹിക്കാനായിട്ട് തൻ്റെ ജീവിത മാതൃക കൊണ്ട് സെബസ്ത്യാനോസ് പരിശ്രമിച്ചു. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന ഈശോനാഥന്റെ വാക്കുകൾ സെബസ്ത്യാനോസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ എന്തൊക്കെ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ വന്നാലും ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു.
രണ്ട് പേര് ആ കാലഘട്ടത്തില് മാർസെല്യാനോസ് എന്നും പേരുള്ള രണ്ട് സഹോദരന്മാര് ക്രിസ്ത്യാനികളായെന്ന കാര്യത്തിൽ മരണശിക്ഷയ്ക്ക് വിട്ട് കഴിയുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി സെബസ്ത്യാനോസ് അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും വേദനകളില് അവരെ എല്ലാ പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർ ധൈര്യം പകർന്നു കൊടുത്തു. ലോകം വെച്ച് നീട്ടുന്ന സുഖമോഹങ്ങളിൽ കണ്ണുടുക്കുകയും അനിശ്ചിതമായ ആഗ്രഹങ്ങൾ നഷ്ടമാക്കരുതെന്ന് സെബസ്ത്യാനോസ് അവർ രണ്ടുപേരും ഉപദേശിച്ചു. രക്തസാക്ഷ്യത്തിന്റെ മഹത്വം അവർക്ക് വിശദമാക്കി കൊടുത്തു. കുടുംബത്തിനും ബന്ധത്തിനും വേണ്ടിയും ഇവിടെയായിരുന്നു ചെയ്യാൻ പറ്റിയിരുത്തി സ്വർഗത്തിലിരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീരുകയത് വേറൊരു ഭാഗ്യവും ഇല്ലെന്നും ഈ ലോകത്തിൽ കിട്ടാവില്ലെന്നും സെബസ്ത്യാനോസ് അവരെ പറഞ്ഞ് അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തു. ഇതെല്ലാം അവരെ വളരെ നന്നായിട്ട് സ്വാധീനം ചെലുത്തി. എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും ഈശോയ്ക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാവണമെന്ന് അവരും പറഞ്ഞു. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് ആ രണ്ട് സഹോദരന്മാരവരെ പറഞ്ഞ സമയത്ത് തന്നെ തടവറ മുറിയും മുഴുവൻ ഒരു ദിവ്യപ്രകാശത്താൽ നിറഞ്ഞു. പ്രകാശം മധ്യേ ഈശോ അവിടെ അവർ പ്രത്യക്ഷനായി അവരെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കൊപ്പം 7 മാലാഖമാരും അവിടെ ഉണ്ടായിരുന്നു. ഈശോ സെബസ്ത്യാനോസിനെ ആശ്ലേഷിച്ചു. മാലാഖമാർ അദ്ദേഹത്തെ ഒരു വെള്ളവസ്ത്രം അണിയിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കണ്ടു. അങ്ങനെ വലിയ മാറ്റങ്ങൾ അവരിൽ ഉണ്ടാവുകയും സെബസ്ത്യാനോസിന്റെ വിശ്വാസം സ്വീകരിക്കാൻ അവരെ തയ്യാറാവുകയും ചെയ്തു. മാമോദീസ സ്വീകരിച്ചുകൊണ്ട് പരസ്യമായും ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയാനുള്ള സന്നദ്ധത അവർ സെബസ്ത്യാനോസിനെ അറിയിച്ചു. അങ്ങനെ സെബസ്ത്യാനോസിന് സഹകരണത്തോടെ പോളികാർപ്പ് അച്ഛൻ അവർക്ക് മാമോദീസ നൽകുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ പാപങ്ങൾ നീക്കുന്നത് പോലെ തന്നെ ശാരീരികമായ രോഗങ്ങൾ നീക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. യേശുക്രിസ്തു ദേവപുത്രനാണെന്നും അവിടത്തേക്ക് എല്ലാ രോഗങ്ങളെയും മാറ്റാൻ ശക്തിയുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിച്ചേറ്റു പറഞ്ഞു. അങ്ങനെ ആ നിമിഷം തന്നെ രക്തവാതം എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കാനായിട്ട് സാധിച്ചു. വിശ്വസിച്ചോട് ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നാണ് ഈശോ പറഞ്ഞ കാര്യം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കും. സെബസ്ത്യാനോസ് പലപ്പോഴും ജയിലിലെ സന്ദർശിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉപദേശങ്ങളും വഴി കുറെ ഏറെ തടവുകാർ ഈശോയെ അറിഞ്ഞ് വിശ്വസിച്ചു. അങ്ങനെ ജയിൽ സൂക്ഷിപ്പുകാരനായ നിക്കോസ് ട്രാസ്തസും അദ്ദേഹത്തിന്റെ ഭാര്യ ദോവയും അവിടെ ഉണ്ടായിരുന്നു. സെബസ്ത്യാനോസിന്റെ സംസാരം നിക്കോസ് ട്രാസ്തസിന്റെയും ഭാര്യയുടെയും വിശ്വാസം ഈശോയിലെ വിശ്വസിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു. 6 വർഷം മുമ്പ് അവരുടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു പോയിരുന്നു.
സെബസ്ത്യാനോസ് അവരുടെ നാവിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവപുത്രനായ യേശുവില് വിശ്വസിക്കുമെന്ന് അവർ കൃത്യമായിട്ട് അവരെ പറഞ്ഞു. അങ്ങനെ സെബസ്ത്യാനോസ് AD 285 കാരിന്യൂസ് ചക്രവർത്തിയെ തോൽപ്പിച്ചുകൊണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തി റോമിന്റെ ഭരണാധികാരിയായിട്ട് തീർന്നു. ക്രിസ്ത്യാനികളെ ഒരുപാട് പീഡിപ്പിച്ച ഒരു ചക്രവർത്തിയായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തി. ക്രിസ്തുവിൽ വിശ്വസിച്ചെന്നതിന്റെ പേരിൽ സ്വന്തം ഭാര്യയെയും മക്കളെയും വധിച്ച വ്യക്തിയായിരുന്നു ആ ചക്രവർത്തി. എന്നാൽ സെബസ്ത്യാനോസിനെ ചക്രവർത്തി വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവും നല്ല സ്വഭാവവും ഒക്കെ കണ്ട് സെബസ്ത്യാനോസിനെ തന്റെ അംഗരക്ഷകനെ സേനയുടെ തലവനായിട്ട് ചക്രവർത്തി നിയമിച്ചു. പക്ഷേ സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം മാത്രം ചക്രവർത്തി അറിഞ്ഞില്ല. ദേവാലയത്തിനരികെ ദേവാലയങ്ങള് വളർന്നു വരുന്ന ക്രിസ്ത്യാനികള് രാജാവിനെ ദൈവമായി ആരാധിക്കാത്തതൊക്കെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയെ വല്ലാതെ കോപാലുവനാക്കി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി അന്ത്യ മതപീഡനം ആരംഭിക്കുന്നത് AD 286 എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ സെബസ്ത്യാനോസ് ക്രിസ്ത്യാനി എന്ന കാര്യം ചക്രവർത്തി അങ്ങനെ മനസ്സിലായി. ചക്രവർത്തിക്ക് ഇപ്പോഴും സെബസ്ത്യാനോസ് അങ്ങനെ അങ്ങേയറ്റം അടിപ്പുകളായിരുന്നു. സെബസ്ത്യാനോസ് ക്രിസ്ത്യാനികളുടെ നേതാവാണെന്നും രാജദ്രോഹിയാണെന്നും ചക്രവർത്തി അടുക്കൽ പോയി അങ്ങനെ ഒരു വ്യക്തി അറിയിച്ചു. ചക്രവർത്തി കോപം കൊന്ന് ജ്വലിച്ചു. സെബസ്ത്യാനോസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ചക്രവർത്തിയോടും രാജ്യത്തോടും തന്റെ ഔദ്യോഗിക ചുമതലകളോടും ഒട്ടും അവിശ്വാസം കാണിച്ചിട്ടില്ലെന്നും തന്റെ പവിത്രമായ മതവിശ്വാസം ആർക്കു വേണ്ടിയും ബലി കഴിക്കില്ലെന്നും അതിൽ ചക്രവർത്തി ഇടപെടേണ്ട കാര്യമില്ലെന്നും സെബസ്ത്യാനോസ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചക്രവർത്തിയുടെ കോപം ഇരട്ടിക്കുകയും സെബസ്ത്യാനോസിനെ അറസ്റ്റ് രാജസന്നിധിയിൽ ഹാജരാക്കി. സെബസ്ത്യാനോസ് ജൂപ്പിറ്റർ ദേവനെ ബലിയർപ്പിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാനായിട്ട് ചക്രവർത്തി ആവശ്യപ്പെട്ടു. ഈശോയെ സെബസ്ത്യാനോസ് അതിനെ വഴങ്ങിയില്ല. ഭീഷണി കൊണ്ടും അന്യായം കൊണ്ടും യാതൊരു ഫലവുമില്ലെന്ന് കണ്ട ചക്രവർത്തി സെബസ്ത്യാനോസിനെ ജീവനോടെ തീയിൽ ദഹിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈശോയുള്ള സ്നേഹത്തെ പ്രതിയും തീയിൽ നടക്കുന്നത് റോസാപ്പൂ മെത്തയിൽ കൂടി നടക്കുന്നത് പോലെ ആയിരിക്കുമെന്ന് സെബസ്ത്യാനോസ് മറുപടി പറഞ്ഞു. ഒടുവിൽ ആ പുണ്യാത്മാവിനെ സെബസ്ത്യാനോസിനെ മരത്തിൽ ചേർത്ത് ബന്ധിച്ച് അമ്പെയ്തു കൊല്ലാൻ ചക്രവർത്തി കൽപ്പിച്ചു. അപ്പോൾ തന്നെ പട്ടാളക്കാരും വില്ലാളികളും ചേർന്ന് സെബസ്ത്യാനോസിനെ ബന്ധിച്ച് വധസ്ഥലമായ അദോനീസ് മൈതാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വിവസ്ത്രനാക്കി മരത്തോട് ചേർത്ത് ബന്ധിച്ചു. തൻ്റെ ജീവിത ബലി
വേദനിക്കുന്ന സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചു. സെബസ്ത്യാനോസിന്റെ പരമാവധി വേദന സഹിച്ചുകൊണ്ടുള്ള മരണം കിട്ടാനാണ് ചക്രവർത്തി 50 കൊല്ലം കൽപ്പിച്ചത്. അതനുസരിച്ച് വില്ലാളികൾ അമ്പ് എയ്ത്തു തുടങ്ങി. ശിരസ് മുതൽ പാദം വരെ ദേഹമാസകലം അമ്പുകൾ തുളച്ചു കയറി. രക്തം വാർന്നൊഴുകി ഒടുവിൽ അദ്ദേഹത്തിന്റെ ശിരസ് താന്നു. സെബസ്ത്യാനോസ് മരിച്ചെന്ന് കരുതി വില്ലാളികൾ അവിടെ നിന്ന് പോയി. ചക്രവർത്തി അംഗരക്ഷക സേനാനായ പെട്ടോറിയൻ സൈനിക സേനാനായകനായ സെബസ്ത്യാനോസിനെ ചക്രവർത്തി അമ്പെയ്തു കൊന്നു എന്ന വാർത്ത നാടെങ്കും പരന്നു. അങ്ങനെ അമ്പുകൾ ഏറ്റുപിടഞ്ഞ വിശുദ്ധന്റെ ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പ് തിരുനാൾ എന്ന പേരിൽ അമ്പെയ്ന്ന് വിളിക്കുന്നത്. സെബസ്ത്യാനോസിന്റെ ശരീരം സംസ്കരിക്കുന്നതിനായി ക്രിസ്ത്യാനികൾ വന്നു. ഏറിൻ എന്ന സ്ത്രീയുടെ നേതൃത്വത്തിലാണ് അവരെത്തിയത്. ശരീരത്തിന്റെ രക്തമെല്ലാം വാർന്നു പോയെങ്കിലും അദ്ദേഹത്തിന് ജീവൻ പോയിരുന്നില്ല. അത് മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ ആരും അറിയാതെ അയറിന്റെ വീട്ടിലേക്ക് മാറ്റി. ഇത്രയധികം വേദനകളും ഒക്കെ ഏറ്റിട്ടും അദ്ദേഹത്തിന്റെ വിശ്വാസം ഒട്ടും കുറഞ്ഞു പോയില്ല. വിശ്വാസം എന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ദൈവിക ദാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ദാനത്തിന് വേണ്ടി നമുക്കും സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം വഴി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറിന്റെ വീട്ടിൽ സെബസ്ത്യാനോസിന് നല്ല പരിചരണം കിട്ടി. ഒപ്പം സമൂഹത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിവേഗം അദ്ദേഹം സുഖം പ്രാപിച്ചു. അങ്ങനെ റോമ വിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായി ജീവിക്കാനായി സെബസ്ത്യാനോസിന് കൂട്ടുകാരെല്ലാം ഉപദേശിച്ചു. ഒളിച്ചോട്ടം ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം അദ്ദേഹം രാജകൊട്ടാരത്തിൽ തിരിച്ചെത്തി. കൊട്ടാരവാതിക്കൽ വെച്ച് തന്നെ ചക്രവർത്തിയെ അദ്ദേഹം കണ്ടു. ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിച്ചില്ലാതാക്കാൻ നോക്കുന്നത് അന്യായമാണെന്നും പീഡനം കൊണ്ട് ക്രിസ്ത്യാനികൾ ഇല്ലാതാകുമെന്ന് കരുതുന്നെന്നും അദ്ദേഹം ചക്രവർത്തിയോട് പറഞ്ഞു. ചക്രവർത്തി ആകെ ഭയപ്പെട്ടു പോയി. താൻ കൊന്ന് കളഞ്ഞ സെബസ്ത്യാനോസെ ഏതോ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് തിരിച്ചു വന്നിരിക്കുകയെന്ന് അയാൾ കരുതി. എന്നാൽ ധൈര്യം അവലംബിച്ചുകൊണ്ട് തന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ സെബസ്ത്യാനോസിനെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലണമെന്ന് ചക്രവർത്തി കൽപ്പിച്ചു. ആ സമയം തന്നെ ഗദാധാരിയായ ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ ശിരസിൽ അടിച്ചു. അങ്ങനെ സെബസ്ത്യാനോസ് മരിച്ചു. AD 288 ജനുവരി 20-ാം തീയതിയായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് ജനുവരി 20-ാം തീയതി പുണ്യാളന്റെ തിരുനാള് നമ്മൾ സഭയിൽ ആഘോഷിക്കുന്നത്. അങ്ങനെ സെബസ്ത്യാനോസിന്റെ മൃതദേഹം അധികമാരും അറിയാതെ നശിപ്പിക്കാനായിരുന്നു ചക്രവർത്തിയുടെ തീരുമാനം. അങ്ങനെ ആ പുണ്യദേഹം കഴുകന്മാർക്ക് ഭക്ഷിക്കാനായിട്ട് കോട്ടയ്ക്ക് പുറത്തേക്ക് എറിഞ്ഞു. എന്നാൽ കഴുകന്മാർ മൃതദേഹത്തിനെ കാവലിരിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പാരമ്പര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചില പള്ളികളിലെ സെബസ്ത്യാനോസിന്റെ തിരുനാൾ പ്രദർശനത്തിന്റെ സമയത്ത് ആകാശത്ത് പരുന്ത് വരുന്നത് എന്ന ഐതിഹ്യവുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നത്. ടൈബർ നദിയിൽ വന്നു ചേരുന്ന ആ അഴുക്ക് ചാലില് സെബസ്ത്യാനോസിന്റെ ശരീരം തള്ളി.
അവർ അവരുടെ അന്വേഷണത്തിലെ രാജസന്നിധിയിൽ വെച്ച് സെബസ്ത്യാനോസ് രക്തസാക്ഷിത്വ കിരീടം ചൂടിയെന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിലും ആ ശരീരം എവിടെയാണെന്ന് അവർക്ക് അറിയാതെ അവർ അത്യധികം വിഷമിച്ചു. അങ്ങനെ ഒരു ദിവസം ലൂസീന എന്ന സ്ത്രീക്ക് വിശുദ്ധൻ പ്രത്യക്ഷപ്പെട്ട തന്റെ ശരീരം എവിടെയുണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അവർ മറ്റു ക്രിസ്ത്യാനികളെയും കൂട്ടി ആ സ്ഥലത്ത് ചെന്ന് വിശുദ്ധന്റെ ശരീരത്തിൽ ശേഷിപ്പുകൾ കണ്ടെടുത്ത് റോമിലെ ഒരു ഭൂഗർഭ അറയിലേക്ക് സംസ്കരിച്ചു. ആ സ്ഥലം കാത്തഗോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റു പല വിശുദ്ധരുടെയും ശേഷിപ്പുകൾ ആ സ്ഥലത്തുണ്ട്. നമുക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശ്വാസവും ധൈര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് നമുക്കും പരിശ്രമിക്കാം. പകർച്ചവ്യാധിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ പ്രത്യേക സിദ്ധിയുള്ള ഒരു പുണ്യാത്മാവാണ് സെബസ്ത്യാനോസ്. അതിന് സംഭവമുണ്ട്. AD 680 ഒരു വലിയ പകർച്ചവ്യാധിയും റോമ നഗരത്തെ ബാധിച്ചു. അനേകർ മരിച്ചു വീണു. ചികിത്സകളൊന്നും ഫലിച്ചില്ല. അവസാനം നഗരവാസികള് വേഴ്സാക്ഷിയ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചു. അങ്ങനെ ആ നഗരം പകർച്ചവ്യാധിയിൽ നിന്ന് മോചിക്കപ്പെട്ടു. 1575 അതിൽ ഇറ്റലിയുടെ വടക്കു ഭാഗത്തുള്ള മിലാൻ നഗരവും 1599 സ്പെയിനിൽ തലസ്ഥാനമായ ലിസ്ബൺ നഗരവും പകർച്ചവ്യാധിയിൽ കൊണ്ട് കഷ്ടപ്പെട്ടപ്പോൾ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥ ശക്തിയാണ് തുണയായത് എന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ വസൂരി മൂലം രോഗം പടർന്നപ്പോഴും സെബസ്ത്യാനോസിന്റെ സഹായം മധ്യസ്ഥ ശക്തിയും വലിയ ആശ്വാസമായി തീർന്ന കാര്യം. ഒരുപാട് അത്ഭുതങ്ങള് നമ്മുടെ നാട്ടില് കേരളത്തില് സംഭവിച്ചിട്ടുണ്ട്, ഈശോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുള്ള ഒരു ഉപകാരം എന്ന രീതിയിൽ വിശുദ്ധൻ തിരുസ്വരൂപം ലോകം മുഴുവനും ചുറ്റാനായിട്ട് ജനങ്ങള് തീരുമാനിച്ചു. വിവിധ രാജ്യങ്ങളെ പിന്നിട്ടുകൊണ്ട് ആർത്തുങ്കൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു കടൽക്ഷോഭം ഉണ്ടാവുകയും കപ്പൽ അവിടെ നങ്കൂരമിടുകയും ചെയ്തു. സമീപത്ത് ഒരു ദേവാലയം ഉണ്ടെന്നുള്ളത് കപ്പിത്താന് ദർശനം ലഭിക്കുകയും അങ്ങനെ വിശുദ്ധൻ തിരുസ്വരൂപം ആർത്തുങ്കൽ പള്ളിയില് കുരിശിനടിയില് സ്ഥാപിക്കുകയും ചെയ്തു. അൽത്താരിന്റെ തെക്കേ ഒരു ഭാഗത്ത് ഇപ്പോൾ അത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിശുദ്ധ മരണത്തിന്റെ മധ്യസ്ഥൻ, അമ്പെഴുത്തുകാരൻ മധ്യസ്ഥൻ, പകർച്ചവ്യാധിയുടെ മധ്യസ്ഥൻ എന്ന പേരിലെല്ലാം സെബസ്ത്യാനോസ് അറിയപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ സ്നേഹിച്ച് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷ്യം വരികയും ചെയ്ത സെബസ്ത്യാനോസിനെ പോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും ഈ സ്വന്തം ജീവിത മാതൃകയായാലും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയെ സ്നേഹിച്ച് സഭയെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിതം സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധനെ പോലെ നമുക്കും നല്ല ക്രൈസ്തവരായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ വിശ്വാസമെല്ലാം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് പൂർവ്വരിൽ ലഭിച്ച വിശ്വാസം നമുക്ക് വിശ്വാസത്തിൽ നിമിഷം വളർന്നു വരാനും വിശ്വാസത്തിൽ സ്നേഹം ജ്വലിക്കുവാനും വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധത്തിൽ ഏതെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിലെല്ലാം ഈശോയിൽ നിന്ന് പിന്മാറി പോകാതെ വിശ്വാസത്തിൽ നിമിഷം വളർന്നു വരുവാനും അങ്ങനെ സ്വർഗീയ ചിന്തയില് നിത്യതയിലും മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോകത്തില് ഈശോയെ പ്രതി ബാക്കിയെല്ലാം ഉച്ഛിഷ്ടമായി കരുതുവാനും പൗലോസ് ലിഹാലെ പോലെ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കട്ടെ എന്ന ബോധത്തില്
അനുനിമിഷം ഞാനും അനുനിമിഷം ഇല്ലാതായി തീരുവാനും എന്നിൽ ഈശോ അനുനിമിഷം വളർന്നു വരുവാനും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും പരിശ്രമിക്കാനും ജീവിക്കാനും നമുക്ക് ഈശോയുടെ മധ്യസ്ഥം, ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം ഈശോയുടെ നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഈശോയെ കേന്ദ്രമാക്കി ജീവിച്ച് ഈശോയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടിയും ഒത്തിരി സഭയെ സ്നേഹിച്ചുകൊണ്ട് സഭയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ആ ഒരു വിശുദ്ധനെ പോലെ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാനും നമ്മൾ ജീവിക്കാൻ വേണ്ടിയും വിശ്വാസിയായി തീരാതെ ഈ വിശ്വാസത്തിന് വേണ്ടി അനുനിമിഷം ജീവിച്ചുകൊണ്ട് വിശുദ്ധന്റെ മാതൃക അനുകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ അനുനിമിഷം ഉണ്ടാവുന്ന ഓരോ നിമിഷവും ഉണ്ടാവുന്ന ഓരോ ദിവസവും ഉണ്ടാവുന്ന സഹനങ്ങളെ കഷ്ടപ്പാടുകളെല്ലാം വിശുദ്ധന്റെ രൂപത്തിലെ വിശുദ്ധന്റെ മുറിവുകളെല്ലാം തിരുമുറികളായിട്ട് മാറ്റിയതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളെ കഷ്ടപ്പാടുകളെ രോഗങ്ങളെ എല്ലാം ഈശോ ചേർന്നുകൊണ്ട് സഹിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കും അനുഗ്രഹകാരണമായി തീരാനായിട്ട് അതെല്ലാം തിരുമുറികളാക്കി മാറ്റിക്കൊണ്ട് ഈശോയെ സ്നേഹിക്കാനുള്ള തീഷ്ണതയും വിശുദ്ധിയും അങ്ങനെ ഹൃദയങ്ങളെല്ലാം ശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാനായിട്ടും ആത്മീയ ശാരീരികമായ സൗഖ്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് വിശുദ്ധനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം കുടുംബ പ്രാർത്ഥന നയിക്കുവാനും ഈശോയ്ക്ക് കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനും ഈശോയിലുള്ള വിശ്വാസത്തിലെ അനുനിമിഷം വളർന്നു വരാനായിട്ട് ഈശോയെ പ്രഥമ സ്ഥാനത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. വരും തലമുറയെല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവരെല്ലാം വിശ്വാസ തീഷ്ണയിൽ അനുനിമിഷം വളർന്നു വന്നുകൊണ്ട് ഈശോയുടെ ധീര യോദ്ധാക്കളായിട്ട് പടയാളികളായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ജീവിതങ്ങളായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെ വ്യക്തികളായിട്ട് നിത്യതയിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഈ ലോകത്തിലെ പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും അനുനിമിഷം മുന്നോട്ട് പോകാനായിട്ട് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും ഈശോയെ മാതൃക നൽകുന്ന ഒരു വ്യക്തിയായ ജീവിതമായി ഞങ്ങൾ ഓരോരുത്തർ ജീവിതങ്ങളെ മാറ്റുന്നതെന്ന് നമുക്ക് ഈശോയെ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.